പാലക്കാട് ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB. നവംബർ ഡിസംബർ മാസങ്ങളിലെ വൈദ്യുതി ബിൽ തുക കുടിശ്ശികയായതോടെയാണ് നടപടി. അതോടെ 5 ദിവസമായി RTO എൻഫോഴ്സ്മെന്റ് ഓഫീസ് ഇരുട്ടിലാണ്. AI ക്യാമറകൾ വഴിയുള്ള ഗതാഗത നിയമലംഘനത്തിന് ചലാനുകൾ പുറപ്പെടുവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ MVD ഉള്ളത്. ഇക്ബാൽ അറക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലാണ്. ഇവിടെ കഴിഞ്ഞ 5 ദിവസമായി ഇതാണ് സ്ഥിതി. കൂര ഇരുട്ടിലാണ് ഇപ്പോൾ ഈ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന. ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലവിൽ താളം തെറ്റിയിട്ടുള്ള നിലയിലാണ്. KSEBയിലേക്ക് ഇവിടുത്തെ ബിൽ തുക അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഓഫീസിലെ ഈ വൈദ്യുതി ബന്ധം KSEB ഉദ്യോഗസ്ഥരെത്തി വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 2-നാണ് ഈ ഓഫീസിലെ RTO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിക്കുന്നത്. നേരത്തെ ഒരു അറിയിപ്പ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു, ഇത്തരത്തിലൊരു കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ബില്ല് തുക അടയ്ക്കാൻ സാധിക്കുന്നില്ല. ഇതോടുകൂടിയാണ് പിന്നീട് ജനുവരി 2-ഓടുകൂടി ഇവിടേക്ക് KSEB ഉദ്യോഗസ്ഥരെത്തി ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നെല്ലാം പറയുന്നത് AI ക്യാമറകളുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി ചലാനുകളെല്ലാം അയക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്കൊന്നും അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. 47ഓളം ക്യാമറകൾ നിരീക്ഷിക്കുന്നത്, പാലക്കാട് ജില്ലയിലെ ക്യാമറകൾ നിരീക്ഷിക്കുന്നത് ഈ കാണുന്ന ഈ RTO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ നിന്നാണ്. പക്ഷേ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അവർക്കൊന്നും അവരുടെ ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിലൊരു ഇടപെടൽ നടത്തണം. ആദ്യ രീതിയിൽ കെൽട്രോൺ ആയിരുന്നു ഇവിടുത്തെ വൈദ്യുതി ബില്ല് അടച്ചിരുന്നത്. പിന്നീട് കെൽട്രോൺ ഈ വൈദ്യുതി ബില്ല് അടച്ചതിൻ്റെ തുക സർക്കാർ നൽകാൻ വൈകുന്നു. ഇതോടുകൂടി കെൽട്രോൺ ഈ ഒരു പ്രവൃത്തി അവർ നിർത്തുകയായിരുന്നു വൈദ്യുതി ബില്ല് അടക്കുന്നതുമായി ബന്ധപ്പെട്ട്. പിന്നീട് ധനകാര്യ വകുപ്പ് ഈ ഒരു ബില്ല് ഏറ്റെടുക്കുന്നു. ആദ്യഘട്ടത്തിലെല്ലാം ഇത് കറക്റ്റായി തന്നെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പോയിരുന്നെങ്കിൽ നവംബറിലും ഡിസംബറിലും ഈ ഒരു പ്രവൃത്തി പൂർണ്ണമായും നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ജനുവരിയിലെ വൈദ്യുതി ബില്ല് കൂടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു 27,000-ഓളം രൂപയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മൊത്തം ഒരു 78,000 രൂപയോളം ഇനി ഈ പാലക്കാട് ജില്ലാ RTO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലെ വൈദ്യുതി തുകയായി KSEBക്ക് അടയ്ക്കാനുണ്ട്. ഇത് അടച്ചാൽ മാത്രമേ വൈദ്യുതി നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് KSEB ഉദ്യോഗസ്ഥരുമുള്ളത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പുറത്തു പോകാൻ ആകെയുള്ള ആശയം എന്ന് പറയുന്നത് ഇവിടുത്തെ വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ ഇലക്ട്രിക്കൽ വണ്ടികളാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ്. 5 വാഹനമുണ്ട്. ആ 5 വാഹനത്തിൻ്റെയും ചാർജ് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. ആ വാഹനം ഉപയോഗിച്ചുകൊണ്ട് പുറത്തൊന്നും പോകാൻ കഴിയാതെ അവരുടെ പ്രവർത്തികളെല്ലാം നിലച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. കാരണം അവരുടെ പ്രവർത്തികളെല്ലാം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിംഗ് റിപ്പോർട്ടർ.